തലശ്ശേരി CH സെന്റർ ആശുപത്രി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈദ് സ്നേഹവിരുന്ന് നൽകി. പരിപാടി ചാലിൽ സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ തോംസൺ കൊറ്റിയാത്ത് ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച നേതാവായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മതേതര കേരളം ഏറെ സ്നേഹത്തോടെയാണ് ശ്രവിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രവർത്തിച്ചു വരുന്ന ആതുര സേവന രംഗത്തെ CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നിസ്തുലമാണെന്ന് ചാലിൽ സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ തോംസൺ കൊറ്റിയാത്ത് പറഞ്ഞു. മുഹമ്മദ് കോയ ഒത്തിരിയേറെ സ്വീകാര്യനായ ഭാരതത്തിന്റെ നിയമമനുസരിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര സ്വഭാവത്തിൽ ഏവരെയും തൻ്റെ ഹൃദയപൂർണമായ ഭാഷയിലൂടെ സ്വന്തമാക്കുകയും അതിലൂടെ ഒരു നല്ല മാതൃക നമുക്ക് കാണിച്ചു, സഹോദരന്റെ മാതൃക നമുക്ക് കാണിച്ചു. അദ്ദേഹത്തിന്റെ നാമത്തിൽ ഈ ഒരു CH സെന്റർ ഒത്തിരിയേറെ ജീവകാര്യ പ്രവർത്തനം നിർവഹിക്കുന്നു എന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷകരമാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങോളം ഒത്തിരിയേറെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുകയാണ്. നമുക്കറിയാം CH സെന്ററിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡയാലിസിസ് സെന്റർ. ഒത്തിരിയേറെ പേര് കിഡ്നി സംബന്ധമായ രോഗങ്ങളിലൂടെ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കെല്ലാവർക്കും ആവശ്യമാകുന്ന ഡയാലിസിസ് മെഷീൻസ് അത് സ്പോൺസർ ചെയ്യുവാനും അതിലേക്ക് പാവപ്പെട്ടവരെ എത്തിക്കുവാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് പരസ്പര സ്നേഹത്തിന്റെ ജീവൻ സംരക്ഷണത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന CH സെന്ററിന് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് സ്നേഹസാന്ത്വനം നൽകുന്ന സെന്റർ പ്രവർത്തനങ്ങൾ ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. സെന്റർ വൈസ് ചെയർമാൻ ഡോക്ടർ CP നാസിമുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ AM ഷഹാബുദ്ദീൻ ഈദ് സന്ദേശം നൽകി. K കുഞ്ഞിമൂസ, മഹാഗഫൂർ, റഹ്ദാത്ത് മുഴിക്കര, N മൂസ, റഷീദ് കാരിയാടൻ, CKP റയീസ്, പാലക്കൽ സാഹിർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് KA ലത്തീഫ് സ്വാഗതവും റഷീദ് തലായി നന്ദിയും പറഞ്ഞു. വളണ്ടിയർമാരായ പൊന്നകം നൌഷാദ്, ആഷിഖ് PP, മുസ്തഫ UC, ഉമ്മർ AV, അബ്ദുൽ നാസർ K, ഉമ്മർ PP, ജലാൽ UP, ഫസൽ ചേരിക്കൽ, സിറാജ് വലിയടത്ത്, ഹനീഫ പിലാക്കുൽ, സലാം പുന്നൂർ, റീസ് പിലാക്കുൽ, അസൂയം, ദിൽഷാദ് TP, ദിൽഷാദ് N തുടങ്ങിയവർ നേതൃത്വം നൽകി.